ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു അടിപൊളിയായിട്ടുള്ള ഉള്ളി ചമ്മന്തിയുടെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. ഈ ഒരു ചമ്മന്തി ഉണ്ടെങ്കിൽ ചൂട് ചോറിനോടൊപ്പം ഇത് മാത്രം കൂട്ടി കഴിക്കാനായിട്ട് മതി. അതിനാവശ്യമായിട്ട് ഒരു സവാള, ഒരു തക്കാളി, 2 പച്ചമുളക്, ഒരു തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട്. അതിനുശേഷം അത് നല്ലതുപോലെ കഴുകി അരിഞ്ഞെടുത്തിട്ടുണ്ട്. തക്കാളിയും പച്ചമുളകും സവാളയും എല്ലാം അരിഞ്ഞെടുത്ത് കേട്ടോ. ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ ഒരടപ്പ് വിനാഗിരി ചേർത്തിട്ടുണ്ട്. സുർക്ക അതും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം കൈകൊണ്ട് തന്നെ നല്ലതുപോലെ ഇതിനെ ഒന്ന് ഞെരടി യോജിപ്പിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒരു ദിവസം കറിയൊന്നുമില്ല, അല്ലെങ്കിൽ തേങ്ങയൊന്നും ഇല്ലാതെ ചമ്മന്തി അരയ്ക്കാൻ ഒന്നിനും പറ്റണില്ലെങ്കിൽ നിങ്ങളിതാ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കുക. ചൂട് ചോറിനോടൊപ്പം കഴിക്കാനായിട്ട് പൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാ കൂട്ടുകാരും എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ അടിപൊളിയായിട്ടുള്ള നമ്മുടെ ഉള്ളി ചമ്മന്തി ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കൂട്ടുകാരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.